2024 കേരളത്തിൽ റാബീസ് കാരണം മരണമടങ്ങിയവരുടെ എണ്ണം 22 ആണ്. എന്നാൽ 2025 മെയ് ആയപ്പോഴേക്കും തന്നെ ഇത് 13 കടന്നിരിക്കുന്നു. 2030 റാബീസ് ഇറാഡിക്കേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഈ എണ്ണങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ 99% കേസുകളും വിഷബാധയേറ്റ നായയിൽ നിന്നാണെങ്കിലും പൂച്ച, അണ്ണാൻ തുടങ്ങിയ ജീവികൾ, വാം ബ്ലഡഡ് ആയിട്ടുള്ള മറ്റേത് ജീവികളിൽ നിന്നും ഈ അസുഖം മനുഷ്യരിലേക്ക് വരാം. വവ്വാലുകളെ പലപ്പോഴും നമ്മൾ ഈ ഗണത്തിൽ പെടുത്താറുണ്ടെങ്കിലും രക്തം കുടിക്കുന്ന വവ്വാലുകളാണ് പ്രധാനമായും റാബീസിന്റെ വാഹകർ. ആ വവ്വാലുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു പോസിബിലിറ്റിക്ക് നേരെ നമുക്ക് വേണമെങ്കിൽ കണ്ണടയ്ക്കാം. ഇനി വിഷബാധയേറ്റ സ്ഥലങ്ങളിലെ പശു, ആട് തുടങ്ങിയവയ്ക്കും റാബീസ് വരാൻ സാധ്യത നല്ലപോലെ ഉണ്ട്. ഈ ജീവികളൊന്നും കടിക്കില്ലെങ്കിലും ഇവരുടെ ഉമിനീര് തുറന്ന മുറിവുകൾ ഉണ്ടെങ്കിൽ ഒരു ഭീഷണി തന്നെയായി കണക്കാക്കണം. ഈ ജീവികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പ്രധാനമായും അസുഖം വരുന്നത് പാൽ വഴിയാണ്. അതുകൊണ്ട് പാസ്ചറൈസ് ചെയ്യാത്ത പാലാണെങ്കിൽ ദയവ് ചെയ്ത് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക.